ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു അമ്പലത്തേക്കാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തിയതാണ് ഈ അമ്പലത്തിൽ. അത് ഞങ്ങളൊരു വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കൂട്ടുന്നു. അത് വേറെ എവിടെയല്ല, പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് എന്ന സ്ഥലത്ത് ചിന്നഞ്ചിറ മേലേക്കാവ് പ്രകൃതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു അമ്പലമാണ് കേട്ടോ അത്. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നാലമ്പലമോ അതുപോലെ തന്നെ ശില്പകലകളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു ക്ഷേത്രമാണിത്. ഇവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടും. അത് ശരിക്കും അത് എക്സ്പ്ലോർ ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. അതുമാത്രമല്ല, ഈ മരങ്ങളുടെ ചുവട്ടിലാണ് ഇതിൻ്റെ പ്രധാന പ്രതിഷ്ഠ എന്നുള്ളത് കറുപ്പുസ്വാമിയാണ്. ഒരുപാട് ശക്തിയുള്ള ദൈവം ആണ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതരം വഴിപാടുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കാം, എനിക്കിപ്പോഴും ഞാനൊക്കെ ആദ്യമായിട്ട് അത് കണ്ട് അറിയുന്നത്. ഇവിടെ മെയിനായിട്ട് സ്ത്രീകളാണ് ഇങ്ങനെയുള്ള പൂജകൾക്ക് നിൽക്കുന്നത്. ആദ്യത്തെ ഒരു കാഴ്ചയാണ് അമ്പലങ്ങളിൽ. അതുപോലെ തന്നെ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള കാര്യങ്ങൾ പ്രധാന പൂജാരി ബ്രാഹ്മണനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പോകുന്നില്ലായിരുന്നു. കാരണം ചിലപ്പോൾ പാരമ്പര്യമായിട്ട് അത് പൂജ ചെയ്ത് വരുന്ന ആൾക്കാരായിരിക്കാം. ഇവിടെ പ്രധാന വഴിപാട് എന്താണെന്ന് വെച്ചാൽ കോഴി, ആട് എന്നുള്ള ഇതൊക്കെ അറുത്ത് അവിടെ തന്നെ കറി വെച്ച് അവിടെ തന്നെ കഴിച്ച് പോവുക എന്നുള്ളതാണ്. ഞാൻ കൂടുതലായിട്ട് ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരുപാട് ശക്തിയുള്ള ദൈവമാണിത്. നമ്മുടെ എന്ത് മനസ്സറിഞ്ഞ് എന്ത് പ്രാർത്ഥിച്ചാലും, ഇപ്പോൾ വീടാണെങ്കിലും അതുപോലെ തന്നെ വാഹനമാണെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തും മനസ്സ് തൊട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും എന്നാണ് പറയുന്നത്. പ്രധാന വഴിപാട് നമ്മൾ കറുപ്പുസ്വാമിക്ക് പൊങ്കലർപ്പിക്കുക. അതിനുശേഷം കോഴീനെ അവിടെ തന്നെ അറക്കാനുള്ളൊരു പ്രത്യേക സ്ഥലം തന്നെ ഉണ്ട് അവിടെ അറുത്ത് അവിടെ നിന്ന് തന്നെ പാകം ചെയ്ത് അവിടെ നിന്ന് തന്നെ കഴിച്ച് പോവുക. എന്തായാലും ഒരു പുതിയ, ഞാനൊക്കെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ആചാരം കാണുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും അവിടെ ഒന്ന് പോയി നോക്കണം കേട്ടോ. ഒരുപാട് പ്രത്യേകത ഉള്ളൊരു അമ്പലം തന്നെ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ എത്തുമ്പോഴും അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉള്ള ഭക്തന്മാർ ഇവിടെ വരുന്നുണ്ട്. കൂടുതലും തമിഴ്നാട് ഭാഗത്തു നിന്നുള്ള ഭക്തന്മാരാണ് വരുന്നത്. കേരളത്തിലെ വിശ്വാസം അത്രത്തോളം. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ എത്തിപ്പെട്ടത് മഹാഭാഗ്യമായി കണക്ക് കൂട്ടുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് പ്രാർത്ഥിക്കുക. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ